നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യായാമം ചെയ്തുകൊണ്ടിരുന്നിട്ട് നിർത്തിയാൽ ശരീരം തൂങ്ങുമോ എന്നുള്ള പലരുടെ ഒരു തെറ്റായ ധാരണയുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കാനാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. വ്യായാമം ചെയ്തിട്ട് ആദ്യമേ ഞാൻ പറയുന്നു, വ്യായാമം ചെയ്തിട്ട് എന്തിനാണ് നിങ്ങൾ നിർത്തുന്നത്? അങ്ങനെ നിർത്തേണ്ട ഒരു സാധനമല്ലല്ലോ വ്യായാമം. വ്യായാമം എന്ന് പറയുന്നത് നമ്മൾ മറ്റ് കാര്യങ്ങൾ ദൈനംദിനം, നമ്മളിപ്പോൾ ഒരു ദിവസം പല്ല് തേച്ചു, പിറ്റേ ദിവസം പല്ല് തേക്കത്തില്ലേ? ഒരു ദിവസം നമ്മൾ ബാത്റൂമിൽ പോയി, പിറ്റേന്ന് ബാത്റൂമിൽ പോകില്ലേ? ഒരു ദിവസം ആഹാരം പിറ്റേന്ന്. അപ്പോൾ അതുപോലെയാണ് ദൈനംദിനം ഡെയിലി ചെയ്യേണ്ട ഒരു സംഭവമാണ് വ്യായാമം. പിന്നെ എന്തിനാണ് നിർത്തുന്നത്? അപ്പോൾ അങ്ങനെ ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം എന്ന് വെച്ചാൽ നിർത്തേണ്ട ആവശ്യമില്ല. വ്യായാമം നമ്മൾ എത്ര നാൾ ജീവിക്കുന്നു അത്രയും കാലം ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് വ്യായാമം. അപ്പോൾ പിന്നെ നമ്മളത് വ്യായാമം ചെയ്തിട്ട് നിർത്തിയാൽ ബോഡി തൂങ്ങുമോ അല്ലെങ്കിൽ ബോഡി എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമോ ഒന്നും നോക്കേണ്ട ഒരു കാര്യമില്ല, ചോദിക്കേണ്ട കാര്യവും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ വ്യായാമം ഒരു ദിവസം ഒരു നേരം അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 45 മിനിറ്റ് നമ്മൾ ചെയ്യണം. അതിന് വേറെ ആവശ്യമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ചോദിച്ചാൽ ഞാൻ മറുപടി നിങ്ങൾക്ക് തരാം. പക്ഷേ എന്നാലും ഞാൻ പറയുന്നു, വ്യായാമം നിർത്തേണ്ട ഒരു സംഭവമല്ല. വ്യായാമം എവിടെ നിന്ന് തുടങ്ങും അത് നമ്മൾ എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റസുഖങ്ങളൊന്നും വരാതിരിക്കാനും പ്രതിരോധ ശക്തി കൂടാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും, ഏത് കാര്യത്തിനും, ലൈംഗിക ബന്ധത്തിനും എല്ലാത്തിനുമുള്ള ഒരു ഒറ്റ മൂല്യം തന്നെയാണ് വ്യായാമം. അപ്പോൾ ആ ഒരു സംഭവത്തിന് എന്തിനാണ് നമ്മൾ നിർത്തുന്നത്? നിങ്ങൾ വേറെ എന്തെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതത്തിൽ? പിന്നെന്താ വ്യായാമം നിർത്തുന്ന കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുന്നത്? വ്യായാമം നിർത്തുന്നില്ല. വ്യായാമം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് വ്യായാമം നിർത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലോ നിങ്ങൾ വ്യായാമം ചെയ്യുക. നമ്മൾ വ്യായാമം ചെയ്യണം. നമ്മൾ വ്യായാമം ചെയ്താൽ മാത്രമേ ഇനിയുള്ള കാലത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതിന് യാതൊരു സംശയമില്ല. നിങ്ങളെല്ലാം അറിയുന്നുണ്ടല്ലോ, ഞാൻ പറയുന്നില്ല. വ്യായാമം വേണം, പ്രതിരോധ ശക്തി ബോഡിയിൽ വേണം. അതിന് വ്യായാമം മാത്രമേ ഉള്ളൂ മാർഗം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവം അത് നമ്മൾ ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ ചെയ്യാതെ സംഭവിക്കുമോ എന്നുള്ള അതിനൊന്നും ഞാൻ മറുപടി പറയുന്നത്. പക്ഷേ നിങ്ങൾ ചോദിച്ചതിന് ഞാൻ പറയുന്നുണ്ട്. കാരണം പലരും ഇങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പലരും കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാതിരുന്നാൽ എന്നുള്ള. പക്ഷേ ചെയ്യാതിരുന്നാലെന്നും പറഞ്ഞ് ഒരു കാരണവശാലും നിങ്ങളെ ബോഡിയൊന്നും തൂങ്ങത്തില്ല. കാരണം നിങ്ങൾ ബോഡി വ്യായാമം ചെയ്തുകൊണ്ടിരുന്നിട്ട് നിർത്തിക്കുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട ചില കാര്യങ്ങളൂടെ ഉണ്ട്. ഡയറ്റും കൂടി ഒന്ന് കൺട്രോൾ ചെയ്തോണം. നിങ്ങൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് എങ്ങനെ ആയിരുന്നു നിങ്ങളുടെ ജീവിത രീതി, അതുപോലെ ആയിരിക്കണം വ്യായാമം ചെയ്യാതിരിക്കുമ്പോഴും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ഇപ്പോൾ വ്യായാമം ചെയ്യാതെ ഇരുന്നിട്ട് ഒരുപാട് ആഹാരം കഴിച്ച് അന്ന് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുപോലെ ആ ഭാഗത്ത് മസിലുണ്ടായിരുന്ന ഭാഗങ്ങളിൽ ചത വരും, അതിലവിടെ കൊഴുപ്പ് വരും. ആ കൊഴുപ്പ് വരുന്നതനുസരിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഷേപ്പ് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ആകൃതി മാറി അവിടെ എല്ലാം ഒരു രീതിയിലായി വരും. മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക് ഷോൾഡർ, ബൈസെപ്സ്, ട്രൈസെപ്സ്, ഇങ്ങനെ എല്ലാ മസിലുകളും നമുക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും ഒരാളിന്, ഇന്ന മസിലിന്. പക്ഷേ വ്യായാമം ചെയ്യാതെ കുറേ നാൾ നമ്മൾ ആ ഫുഡും കുറയ്ക്കാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ 3 മാസം 6 മാസം അത് 1 വർഷത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു സാധാരണ ഒരാളിനെ മാതിരി അങ്ങ് ആയിത്തീരും. പക്ഷേ അത് എന്ന് വെച്ചാൽ തൂങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ അത് മറിഞ്ഞു വീഴുകയോ ഒന്നും ചെയ്യത്തില്ല നമുക്ക്. പക്ഷേ നേരത്തെ ഇരുന്ന ഷേപ്പ് അല്ലെങ്കിൽ ആ ഒരു ഭംഗി ഇല്ലാതെ വരുമ്പോൾ നമുക്ക് സ്വയം തോന്നും, അയ്യോ നേരത്തെ ഞാൻ ഇരുന്നപ്പോൾ അതെങ്ങനെ ഇരുന്നു, ഇപ്പോൾ നോക്കി എൻ്റെ ശരീരത്തിൽ മറ്റു ഭാഗങ്ങളിലെല്ലാം ചത വന്നു, കൊഴുപ്പ് വന്നു, ഇങ്ങനെ കയറി. അതിനാരാ കാരണക്കാരൻ? നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് എന്താ വ്യായാമം ചെയ്താൽ? വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്താൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ വ്യായാമം ചെയ്യാതെ അതേ ബോഡി അല്ലെങ്കിൽ നേരത്തെ ഇരുന്നത് പോലെയുള്ള ആ ബോഡി നിലനിർത്തിക്കൊണ്ട് പോകാമെന്ന് ചോദിച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. അതൊന്നും നിങ്ങൾ വിചാരിക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ സാരി സ്വപ്നം കാണുകയും വേണ്ട. അത് നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് 1 മണിക്കൂർ വ്യായാമം ചെയ്ത് അതിനെ നിലനിർത്തി കൊണ്ടുപോയാൽ മാത്രമേ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അതേ ഭംഗിയും ആ രൂപവും ആ ഒരു സൗന്ദര്യവും നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും വ്യായാമം നിർത്തിയിട്ട് പഴയ പോലെ ജിമ്മനായി അല്ലെങ്കിൽ നല്ല സൗന്ദര്യമുള്ള ഒരു സ്ത്രീയായിട്ട് അല്ലെങ്കിൽ ബോഡി ഷേപ്പുള്ള ഭംഗിയുള്ള ഒരു സ്ത്രീയായിട്ട്, വയറൊന്നുമില്ല, എനിക്ക് നല്ല ഷേപ്പുണ്ട്, എനിക്ക് എല്ലാ ചുരിദാർ ഇടാൻ പറ്റും, എനിക്ക് എല്ലാ ഡ്രസ്സ് ധരിക്കാൻ പറ്റും എന്നും പറഞ്ഞ് സന്തോഷിക്കേണ്ട ആരും തീർച്ചയായിട്ടും നിങ്ങൾ വ്യായാമം എവിടെ വെച്ച് നിർത്തുന്നോ അതിൻ്റെ 3 ദിവസം മുതൽ നിങ്ങൾ ഭക്ഷണവും കൂടി ക്രമീകരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എങ്ങനെയായിരുന്നു മുൻപിരുന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ സാധാരണ ഒരാളെ ബോഡി എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾ തിരിച്ചു വരും. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. എന്ന് വെച്ച് നിങ്ങളുടെ ശരീരം തൂങ്ങിപ്പോകത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ നിങ്ങൾക്ക് വൃത്തിയായിട്ട് തോന്നും. പക്ഷേ പുറത്തുനിന്ന് കാണുന്നവർക്ക് വൃത്തിയായിട്ട് തോന്നത്തില്ല. കാരണം നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന മസിലും മറ്റു കാര്യങ്ങളും ഷേപ്പൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് വിലയിരുത്തി ആ ഒരു രീതിയിലായിരിക്കില്ല നിങ്ങളുടെ ശരീരം പിന്നീട് കാണുന്നത് സ്വന്തമായിട്ട്. പക്ഷേ മറ്റുള്ളവർക്ക് ഒരുപക്ഷെ കുറച്ച് ചതയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഒരു ഭംഗി തോന്നും. കുറച്ച് നേരത്തെ കൂടെ ഇടുന്ന ഡ്രസ്സ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ആനച്ചന്തം ഉണ്ടാവും. വണ്ണം കുറഞ്ഞിരുന്നിട്ട് വണ്ണം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനച്ചന്തമുണ്ട്. അപ്പോൾ ആ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ അത് ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ അങ്ങനെ കൂടുമ്പോൾ വേറൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും ഉണ്ടാകുന്ന അതേ ചതയും കൊഴുപ്പും നമ്മളെ വയറിലും വരും.
അപ്പോൾ ഈ വയറ് നമ്മുടെ ചെസ്റ്റിനെക്കാളും, അത് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, നമ്മുടെ ചെസ്റ്റിനെക്കാളും വയറ് തള്ളിയിരിക്കുമ്പോഴാണ് നമ്മുടെ ഭംഗി കുറയുന്നത്. വയറ് എപ്പോഴും നമ്മുടെ ചെസ്റ്റിനെക്കാളും താഴ്ന്നിരിക്കുമ്പോഴാണ് ഭംഗി കൂടുന്നത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏതൊരു പുരുഷനെയോ ഏതൊരു സ്ത്രീയോ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്ത്രീക്ക് ഭംഗി എന്ന് പറയുമ്പോൾ നമ്മൾ മുഖത്ത് മാത്രമല്ല ശരീരത്തിൽ, ഒരു സ്ത്രീക്ക് ഒരു പുരുഷനും ഭംഗി മുഖത്തും മാത്രമല്ല ശരീരത്തിനും അത് കാണുമ്പോഴാണ് നല്ല ഗ്ലാമർ, നല്ല ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ബോഡി ഷേപ്പ് എല്ലാം ഉണ്ടാവണമെങ്കിൽ, അപ്പോൾ അത് നമ്മൾ അവരവരുടെ നമ്മുടെ അവരവരുടെ ചെസ്റ്റിന്, നെഞ്ചിന് താഴെ ഉള്ളിലോട്ട്, അതായത് 1 ഇഞ്ച് 1/2 ഇഞ്ചെങ്കിലും താഴ്ന്ന് ചെസ്റ്റ് വയറിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെസ്റ്റ് ഉയർന്നും വയർ താഴ്ന്നും ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബോഡി ഭംഗി തന്നെയാണ്. പക്ഷേ വെയിറ്റ് ട്രെയിൻ അല്ലെങ്കിൽ വ്യായാമം ചെയ്യാതിരിക്കുകയും ഫുഡ് കൺട്രോൾ ചെയ്യാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ബാക്കി ഭാഗങ്ങളിൽ ചത ഉണ്ടാകുന്നത് പോലെ നമ്മളെ വയറിലും ചത ഇറങ്ങും. ചത എന്ന് പറയുമ്പോൾ കൊഴുപ്പിറങ്ങും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളെ ചെസ്റ്റിനേക്കാളും അല്ലെങ്കിൽ നേരത്തെ ഇരുന്നേക്കാളും വയർ തള്ളാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് ആണ്, അയ്യോ ഞാൻ നേരത്തെ ജിമ്മിൽ പോകുന്ന സമയത്ത് എനിക്ക് ഒരുപാട് നല്ല ഷേപ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ ജിമ്മിൽ പോയി പോകൊക്കെ മതിയായിരിക്കുമ്പോൾ എല്ലാം അങ്ങ് ചാടി. ഇനി എങ്ങനെ ചാടാതിരിക്കും? ചാടണമല്ലോ. നിങ്ങൾക്ക് ചാടിയാലേ നമ്മളെ പോലെ ജിമ്മിട്ട് രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് ചാടണം. നിങ്ങൾക്ക് എന്താ വ്യായാമം ചെയ്താൽ കുഴപ്പം? അപ്പോൾ ആ ഒരു വിഷമം, ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അറിയണം. അപ്പോൾ വ്യായാമത്തിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എന്തിനും വ്യായാമം നല്ലൊരു സംഭവമാണ്, നല്ലൊരു സ്വഭാവമാണ്. വ്യായാമം ചെയ്യുന്നവർ എപ്പോഴും ഞാൻ എപ്പോഴും പറയണം, വ്യായാമം ചെയ്യുന്നവർ എപ്പോഴും ഞാൻ ബഹുമാനിക്കുന്ന വ്യായാമം ചെയ്യുന്നവരാണ്. 1 മണിക്കൂർ വ്യായാമം ചെയ്യുന്നവർ എനിക്ക് നല്ല ബഹുമാനമാണ്. കാരണം ഈ തിരക്കിനിടയിലും ഈ ബുദ്ധിമുട്ടിനിടയിൽ അവർ 1 മണിക്കൂർ കണ്ടെത്തി വ്യായാമം ചെയ്യുന്നല്ലോ എന്ന്, അത് എൻ്റെ ജിമ്മിൽ വന്ന പിള്ളേരോടൊക്കെ അവരോട് ഞാൻ ആ രീതിയിലാണ് പെരുമാറുന്നത്. വലിയ ബഹുമാനം എനിക്ക് അവരോട്, 1 മണിക്കൂർ വ്യായാമം ചെയ്യുന്നവർ. പക്ഷേ വരാതെ ഉഴപ്പി നടക്കുന്നതിനെ ഞാൻ ഒട്ടും മൈൻഡ് ചെയ്യാറില്ല. എൻ്റെ ജിമ്മിൽ വരുന്ന പിള്ളേർക്കൊക്കെ അറിയാം എൻ്റെ സ്വഭാവം എന്താണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്താ നിങ്ങൾക്ക് വ്യായാമം ചെയ്താൽ കുഴപ്പം? വ്യായാമം ചെയ്യണം. അപ്പോൾ വ്യായാമം ചെയ്യാതെ നിങ്ങൾക്ക് പഴയ ഷേപ്പും ഉണ്ടാക്കി വയറും അകത്താക്കി 6 പാക്ക് ഉള്ളവർ അങ്ങനെ ആ രീതിയിൽ നടക്കാമെന്ന് വിചാരിച്ചാൽ ഒരു കാരണവശാലും നടക്കൂലേ മോനെ. ഒരു കാര്യം ചെയ്യ്, വ്യായാമം നിർത്താൻ പോകുന്നു അല്ലെങ്കിൽ നിർത്തണം എന്നൊന്നും നമ്മൾ പറയരുത്. വ്യായാമം നിർത്തണം എന്നുള്ളത് നീണ്ട് നമ്മുടെ ഭാഗത്തില്ല. അടിവരായിട്ട് പറഞ്ഞു, നിർത്തരുത്. നിങ്ങൾ വ്യായാമം തുടങ്ങിയെങ്കിൽ നമ്മളെ ലൈഫ് ലോങ്, നമ്മൾ എത്ര കാലം ജീവിക്കുന്നോ അത്രയും കാലം നിങ്ങൾ വ്യായാമം ചെയ്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ വ്യായാമം ചെയ്യുന്ന ഒരാൾ വ്യായാമം നിർത്തുമ്പോൾ നിങ്ങൾ ഫുഡും അതുപോലെ വ്യായാമ കുറവ് കൊണ്ടും ഉണ്ടാകുന്ന പ്രശ്നം, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭംഗി, നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഭംഗി ഒരിക്കലും ഉണ്ടാവില്ല. അവിടെയൊക്കെ ചത വന്ന് കൂടുമ്പോഴുണ്ടാകുന്ന പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തോന്നൽ വരുന്നത്. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ വ്യായാമത്തെപ്പറ്റി കുറ്റം പറയേണ്ട. ആ ഒരു കാര്യവും പറഞ്ഞ് ആരും വീട്ടിലിരിക്കുകയും വേണ്ട. പലവരും ഇതുപോലെയാണ്, പലവർക്കും ഉണ്ട് സംശയം. ഇപ്പോൾ നമ്മളോട് നമ്മൾ ചോദിക്കാറുണ്ട്, സാറേ വ്യായാമം എന്തെങ്കിലും ഞാൻ ചെയ്തിട്ട് അത് നിർത്തുമ്പോൾ എനിക്ക് ഇനി അത് അവിടെ തൂങ്ങിപ്പോൾ ഇവിടെ തൂങ്ങി. ഞാൻ ചോദിക്കും, എവിടെയാണ് നിനക്ക് തൂങ്ങാൻ പോകുന്നത്? നിനക്ക് ഒരിടത്തും തൂങ്ങാൻ പോകുന്നില്ല. നീ ചെയ്തുകൊണ്ടിരുന്ന നിനക്ക് എന്തിനാണ് നീ വ്യായാമം ചെയ്യാതിരിക്കുന്നത്? വ്യായാമം ചെയ്ത് എന്താ കുഴപ്പം? നിനക്ക് വ്യായാമം ചെയ്തെന്ന് ഒരു പ്രശ്നമല്ലല്ലോ. ചെയ്യാതെ നീ ആഹാരവും കൂടെ വലിച്ചു വാരി കഴിച്ച് വല്ലയിടത്തും തൂങ്ങിയതിനോ അല്ലെങ്കിൽ ആദ്യത്തെ പോലെ ഇരിക്കുന്ന ആരെയും കുറ്റമല്ലല്ലോ. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, നീ ആ തൂങ്ങുന്നതിനെ കുറിച്ചൊന്നും ചോദിക്കേണ്ട. നിനക്ക് നിനക്ക് തൂങ്ങി ഇങ്ങനെ കിടക്കുന്നില്ല, അതിനൊക്കെ റെഡിയാക്കി തരാൻ ആരും ഞാനായിട്ട് എന്ന് പറഞ്ഞ് ഞാൻ അവനെ പറഞ്ഞാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വന്ന ഉടനെ ചോദിക്കുന്നത് നിർത്തിയാൽ എന്ത് ചെയ്യുമെന്നാണ്. നിർത്താനായിട്ട് നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത്? നിർത്തേണ്ട സംഭവമല്ലല്ലോ. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് വ്യായാമം. അങ്ങനെ ആക്കിയെടുക്കണം. ഇനി വ്യായാമം ചെയ്തിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ കഴിക്കുന്ന വിഷാംശവും നമ്മൾ കഴിക്കുന്ന അതിൻ്റെ കൊഴുപ്പും അഴുക്കും ഇതെല്ലാം പുറത്തു പോകുന്നത് വ്യായാമത്തിൽ കൂടെ. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഒരു കാരണവശാലും ഈ വ്യായാമം നിർത്താമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക. വ്യായാമം നിർത്തി ഫുഡും നിങ്ങൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരം തൂങ്ങുമെന്ന് ഞാൻ പറയുന്നില്ല. ശരീരത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന മസിലുണ്ടായിരുന്ന ഭാഗവും ഷേപ്പ് ഉണ്ടായിരുന്ന ഭാഗത്തൊക്കെ മാറി എല്ലാ ഭാഗവും ഒരുപോലെ തോന്നിക്കുമ്പോൾ, ഒരു വാഴത്തട പോലെ തോന്നിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും മൊത്തം തൂങ്ങിപ്പോയി, എല്ലായിടത്തും താന്ന് കിടക്കണം, എല്ലാം ഇടിഞ്ഞ് താന്നെന്ന് തോന്നുമ്പോൾ. അതുകൊണ്ട് അങ്ങനത്തെ വിഷയമൊന്നും നിങ്ങൾ എന്നോട് ചോദിക്കേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വ്യായാമം ചെയ്യുക. വ്യായാമം ചെയ്യാൻ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം കാരണം നിങ്ങൾ വ്യായാമം ചെയ്യാൻ പറ്റാതെ വരുന്നെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഓപ്പറേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം, ഇപ്പോൾ ഒരു വീട്ടിൽ കല്യാണം അല്ലെങ്കിൽ ഒരു ഒരാൾക്കും സംഭവിക്കാതിരിക്കട്ടെ, ഒരു മരണം, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ശരിക്കും നമുക്കറിയാം മാനസികമായിട്ടും ശാരീരികമായിട്ട് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് വ്യായാമം ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് എന്തായാലും നിങ്ങൾ വലിച്ചുവാരി കഴിക്കില്ലെന്നും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കഴിക്കില്ലെന്ന് ഫുഡും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങളുടെ ഇതെല്ലാം കഴിഞ്ഞ് വിഷമം മാറാനും മറ്റെല്ലാത്തിനും ഒരു ഒറ്റമൂലി വ്യായാമം തന്നെയാണ്, സംശയമൊന്നുമില്ല. പഴയതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വെളിയിറങ്ങിപ്പോയി വ്യായാമം ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് കിട്ടുന്നു, ആ സമയം മുതൽ നിങ്ങൾ എന്താണ് മുൻപ് ചെയ്തുകൊണ്ടിരുന്നോ ഒരു ഹെൽത്ത് ക്ലബ്ബിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിലോ അത് തുടർന്നാൽ ഒരു പ്രശ്നവുമില്ല ഇതിനകത്ത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ
ഞാൻ അല്പം ഇതിൻ്റെ പേരിൽ ഒരു കൺസെഷൻ ചെയ്യണുള്ളൂ, ഒരു അലിവ് തോന്നണുള്ളൂ. അല്ലാത്ത ഒരാളോട് എനിക്ക് യാതൊരു അലിവുമില്ല. നിങ്ങൾ വ്യായാമം ചെയ്യുക. വ്യായാമത്തിൽ കുറഞ്ഞുള്ള ഒരു പരിപാടിയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. വ്യായാമം ചെയ്യുന്നതോട് മാത്രമേ സ്നേഹം. പിന്നെ നമ്മളിത് കണ്ടിട്ട് പലവരും സാറേ ഞാനത് കാണാറുണ്ട്, ഞാനത് ഇഷ്ടപ്പെടാറുണ്ട്, അതൊന്നും എനിക്ക് വേണ്ട. നിങ്ങൾ കണ്ട് വ്യായാമം ചെയ്യുക. വ്യായാമം ചെയ്ത് അതിൽ നിന്ന് റിസൾട്ട് കിട്ടുമ്പോൾ 1 കിലോ കുറഞ്ഞെന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ അതാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വ്യായാമം ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. എല്ലാവരും വ്യായാമം ചെയ്യുക. ഈ അവസരത്തിൽ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, എല്ലാവരും വ്യായാമം ചെയ്ത് നല്ല സുന്ദരന്മാരായി നടക്കുക. നമ്മൾ രോഗപ്രതിരോധ ശക്തി വർദ്ധിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അംഗമായിട്ട് നിങ്ങളായിരിക്കണം ഈ രാജ്യത്ത് നാളത്തെ സമ്പത്ത്. അതനുസരിച്ച് നിങ്ങൾ എല്ലാവരും ആരോഗ്യവാനും ആരോഗ്യമായി ജീവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നത് നിർത്തുന്നു. നന്ദി, നമസ്കാരം.